ജനലിന്റെ അടുത്ത് നിന്ന് അതെന്താ സംഭവം? ജനലിന്റെ അടുത്ത് ജനലിൽ എറിഞ്ഞു കുളിക്കും, അതേപോലെ ഒളിഞ്ഞു നോക്കും കുളിച്ച്. അതാ ഒരു ക്യൂരിയോസിറ്റി, കാണാനുള്ള ഒരു ത്വര. നിങ്ങളെ പോലെയുള്ള മറ്റ് സ്ത്രീകളുടെ സ്വകാര്യ നിമിഷങ്ങൾ ഒളിഞ്ഞു നോക്കിയിട്ട് ഒരു നാറിയെ നിങ്ങൾ അവിടെ വിളിച്ചിരുത്തി ആനന്ദിക്കുകയാണ്. നമ്മുടെ നാട്ടിൽ ഇതൊന്നും ഒരു തെറ്റല്ല എന്ന രീതിയിൽ നിങ്ങൾ ലഘൂകരിക്കുകയാണ്. എന്നിട്ട് നിങ്ങൾ പറയുകയാണ് അത് ത്വര ആയിരിക്കുമെന്ന്. ഞാൻ ഒരിക്കലും ഈ ചെറുക്കനെ കുറിച്ച് ഞാൻ ഒന്നും പറയുന്നില്ല, കാര്യം അവരെ കുറിച്ച് പറഞ്ഞിട്ട് യാതൊരുവിധ കാര്യവുമല്ല. നിങ്ങൾക്ക് അല്പമെങ്കിലും സാമൂഹിക ബോധ്യമുണ്ട്. ഒരു സ്ത്രീയുടെ മാനത്തിന് ഒരുത്തൻ വന്നിരുന്ന് വില പറയുമ്പോൾ കൈയടിച്ച് ചിരിക്കുന്ന മറ്റൊരു സ്ത്രീ നിങ്ങൾ ഒരു സ്ത്രീയാണെന്ന് പറയാൻ പറ്റുന്നുണ്ടോ? ഈ വീഡിയോ കാണുന്ന ഓരോ ആളുകളും ഇത്തരത്തിലുള്ള അഴിഞ്ഞാട്ടത്തിനെതിരെ എന്തുകൊണ്ട് നിങ്ങൾ പ്രതികരിക്കുന്നില്ല? അത് ജനലിനിടയിൽ കൂടെ ഒളിഞ്ഞു നോക്കിയപ്പോൾ ഇദ്ദേഹം ചിരിക്കുന്നു, മറ്റേ ആൾ പറയുന്നത് അത് കാണാനുള്ള ത്വരയാണെന്ന്. ഷെയിം ഓൺ യു. നിങ്ങളെയൊക്കെ കുറിച്ച് ആലോചിക്കുമ്പോൾ പുച്ഛം തോന്നുന്നു. എല്ലാത്തിനും ഒരു പരിധി വേണം. ഓക്കെ, ഫണ്ടും കാര്യങ്ങളൊക്കെ ഓക്കെ, പക്ഷേ അതിര് വിട്ടുള്ള പ്രകടനം അത് വളരെ ആപത്താണ്. ഈ നാടിനാപത്താണ്. ഇത് കണ്ട് വളർന്നു വരുന്ന ഒരു സമൂഹമുണ്ട്. ആ സമൂഹത്തിന് മുന്നിൽ നിങ്ങളെപ്പോലുള്ളവർ കാണിക്കുന്നത് തെറി വിളിക്കുന്നത് പ്രശ്നമില്ല, മറ്റുള്ളവരുടെ കിടപ്പറയിൽ ഒളിഞ്ഞു നോക്കുന്നത് പ്രശ്നമില്ല എന്നുള്ള രീതിക്കാണ് നിങ്ങളെപ്പോലുള്ള ആളുകൾ ഇന്റർവ്യൂ ചെയ്ത് ഇത്തരം പെക്കൂത്തുകൾക്ക് വളം വെച്ച് കൊടുക്കുന്നത്.